മേഡം എന്നും കാണുന്നതല്ലേ അവരെല്ലാവരെയും? അത് കാണുന്നവരെ. എന്റെ സംശയം ഞാൻ ഇതുവരെ കാണാത്ത ഒരാളെ കുറിച്ചാ. കാണാത്ത ആളോ? ഹൗ ഡു യു മീൻ? അതാരെ ഈ കാണാത്തയാള്? വല്ല പ്രേതാത്മാവുമാണോ? പ്രേതമാണോന്നറിയില്ല, ആത്മാവിനെ കുറിച്ചാ. സാക്ഷാൽ രാജനന്ദിനെ കുറിച്ച് തന്നെ. രാജാറാം സാറിനറിയോ ഈ രാജനന്ദിനി സത്യത്തിൽ എങ്ങനെയാ മരിച്ചതെന്ന്? സാർ തുറന്നു പറയണം. രാജനന്ദിനിയുടെ മരണത്തില് ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ? എന്തെങ്കിലും പങ്ക്? എങ്കിൽ ആർക്കാണ് ആ പങ്ക്? ഗായത്രി അമ്മയ്ക്കോ രവിവർമ്മൻ സാറിനോ? മേഡം മേഡം പ്ലീസ്. മേഡം എന്തൊക്കെയായി ചോദിക്കുന്നത്? രാജനന്ദിനി, മരണം, സംശയം, പങ്ക്, രവിവർമ്മൻ സാറ്. അതേ രാജാറാം സർ, ഐ എം ഷുവർ രാജനന്ദിനിയുടെ മരണത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നുള്ളത് തീർച്ചയാണ്. എനിക്കിതറിയണം ഇന്ന് തന്നെ. മാഡത്തിന് ആരോ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നേരെ ഇരുട്ടിയപ്പോ ഇവിടെ എന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഭ്രാന്ത് പറയില്ലായിരുന്നു. ഭ്രാന്താണെന്ന് തന്നെയായി എനിക്കും ആദ്യം തോന്നിയത് രാജാറാം സർ. പക്ഷേ അനുഭവങ്ങൾ വന്നപ്പോഴാ ഓരോരോ സംശയങ്ങൾ ബലപ്പെടുന്നത്. എന്തനുഭവം? മാഡത്തിന് ഇപ്പൊ ഇങ്ങനെ തോന്നാനും മാത്രം എന്താ ഉണ്ടായതെന്ന് പറയേ. അത് ഇന്ന് പകൽ നേരത്ത് വെക്കണേതവിടെ ഞാൻ നീ പറയുന്ന ശ്രീലക്ഷ്മി അല്ല, ഞാൻ രാജനന്ദിനിയാ. രാജാറാം സർ, are you laughing at me? പിന്നല്ലാതെ. എന്നിട്ട് മേഡം ബാക്കി പറയൂ. എന്നിട്ടൊന്നുമില്ല, ഞാൻ നിർത്തി. സാറിനെ ഇവിടെ വിളിച്ചു വരുത്തിയതിന് സോറി. ഇറ്റ്സ് ഓക്കെ സന്ദ്ര മേഡം. ഏതായാലും ശ്രീലക്ഷ്മി മാഡം ഒരു മഹാബുദ്ധിമതിയാണെന്ന് ഇതോടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞ മനസ്സിലായില്ല. മാഡത്തിന്റെ ചെയ്തികൾ വെച്ച് നോക്കുമ്പോ ഒരടി അങ്ങോട്ട് തരണമെന്ന് ശ്രീലക്ഷ്മി മാഡത്തിന് തോന്നിക്കാണും. മാഡം രവി ശ്രീ പ്രണയത്തിനും വിവാഹത്തിനും എതിരല്ലേ? ആ അടി ഒരിക്കലും നേരിട്ട് തരാൻ പറ്റാത്തത് കൊണ്ട് പണ്ടെങ്ങോ മരിച്ചുപോയ രാജനന്ദിനി മേഡത്തിന്റെ ലേബലിൽ അതങ്ങ് പൊട്ടിച്ചു, അത്ര തന്നെ. മാഡത്തിന് കൺഫ്യൂഷൻ ആയെങ്കിൽ മനസ്സിലാവാൻ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞുതരാം. മോണോ ആക്ട്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, മാഡത്തിനിട്ട് ഒരെണ്ണം പൊട്ടിക്കാൻ ശ്രീലക്ഷ്മി മാഡം നല്ല വെടിപ്പായി എഴുതിയ 1 ആക്ട് പ്ലേ. മുല്ലച്ചെടി എടുത്തെറിയുന്ന സിറ്റുവേഷൻ മാഡം തന്നെ ഉണ്ടാക്കി കൊടുത്തപ്പോ ശ്രീലക്ഷ്മി മാഡം തിരിച്ച് നന്നായിട്ടങ്ങ് അഭിനയിച്ച് ഫലിപ്പിക്കും. വിഷമങ്ങളൊക്കെ എനിക്കറിയാച്ച. രവി സാറിനോടുള്ള ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നിട്ടും
അന്ന് അച്ഛൻ ആലോചിച്ച ആ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് ആ ബന്ധത്തിന് അച്ഛൻ അത്രയേറെ താല്പര്യം കാണിച്ചതുകൊണ്ട് മാത്രമായിരുന്നു. അച്ഛൻ വിഷമിക്കാതിരിക്കാൻ. പക്ഷെ അത് മുടങ്ങിപ്പോയപ്പോ പിന്നീട് വിവാഹമേ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ. അതും സാധിച്ചില്ല. കാരണം രവി സാറിന് എന്നോടുള്ള സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കായില്ല അച്ഛ. സാറിന്റെ സ്വത്തോ പണമോ മോഹിച്ചിട്ടല്ല. രവി സാറിന് എന്നോടുള്ള സ്നേഹം, കരുതൽ, ആത്മാർത്ഥത, അതുകൊണ്ട് മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അച്ഛൻ ഓരോന്നും ചെയ്യുന്ന കാണുമ്പോ എനിക്ക് പേടിയാവുന്ന അച്ഛ. ഈ വിവാഹം കൂടി മുടങ്ങിയ എനിക്കത് താങ്ങാനാവില്ല അച്ഛ. എന്താ മോളെ ഇത്? നിന്റെ കണ്ണുകൾ ഒരിക്കലും നിറയരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനല്ല. നോക്കിയേ, മോളുടെ നല്ലതല്ലേ അച്ഛൻ ആഗ്രഹിക്കൂ. എന്റെ കണ്ണടയും വരെ മോള് സന്തോഷമായിട്ടിരിക്കണമെന്ന് അച്ഛന്റെ ആഗ്രഹം. ചില കാര്യങ്ങൾ അറിയാൻ അച്ഛനൊരു ശ്രമം നടത്തിയെന്നുള്ളത് ശരിയാ. അത് പക്ഷെ മോള് വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. കൊച്ചുവെളുപ്പാങ്കാലം മുതൽ ഞാൻ എഴുന്നേറ്റിരുന്ന് ഇതൊക്കെ തയ്ക്കുന്നത് എന്തിനാ? ഇന്നിവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവല്ലേ, ചെലവിന് കുറെ കാശ് വേണ്ടേ? അച്ഛൻ ചക്രം ചവിട്ടിയും കടകളായ കടകൾ മുഴുവൻ കയറിയിറങ്ങിയും ഈ പെടാപ്പാട് പെടുന്നത് എന്തിനാ? അച്ഛന്റെ മനസ്സിലെ ആധി, പിടച്ചില്, ഇതൊക്കെ എന്റെ മോളെ ഓർത്തു മാത്ര. അച്ഛന് മോളുടെ കാര്യത്തിൽ അത്രയും വേവലാതി ഉള്ളതുകൊണ്ടാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നേ. എന്റെ മോള് കരയരുത്, വിഷമിക്കരുത്. ഈ അച്ഛൻ അത് മതി, അത് മാത്രം. അല്ല, മോൾക്ക് ക്ഷേത്രത്തിൽ പോണ്ടതല്ലേ? അമ്മ പറഞ്ഞു ദേവിയുടെ മുന്നിൽ ചെന്ന് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. എന്നാ വേഗം റെഡിയാവ്. മോള് ക്ഷേത്രത്തിൽ പോയി വരുമ്പോഴേക്കും അച്ഛൻ ഈ തയ്ച്ച തുണികളൊക്കെ ടൗണിൽ എത്തിച്ചിട്ട് വരാം. മോളെ, മോള് കുറച്ചു കുടിക്കും. അപ്പൊ അതാണ് കുട്ടി ഇവിടെ തന്നെ വരാനുള്ള കാരണം. അതെ സ്വാമി. പക്ഷേ കുട്ടിക്കുണ്ടായി എന്ന് എന്നോട് പറഞ്ഞ അനുഭവം അത് മാനുഷ. എന്ത് പരീക്ഷണങ്ങൾ? അത് പ്രവചനാതീതം. എങ്കിലും അമ്മ പറഞ്ഞില്ലേ, പഞ്ചഭൂതങ്ങളാൽ പരീക്ഷണങ്ങൾ നിന്റെ പുറകെയുണ്ട്. ഇപ്പോൾ നീ ഏത് ക്ഷേത്രത്തിലേക്കാണോ ദർശനത്തിന് പോകുന്നത്, ആ പരാശക്തി തന്നെ പരീക്ഷണങ്ങളുടെ സൂചനകൾ
നിന്റെ ഗ്രഹത്തിൽ അടയാളമായി കാണിച്ചിരിക്കുന്നു. മംഗളകർമ്മങ്ങളെല്ലാം അഗ്നിസാക്ഷിയായിട്ടാണ് നടത്താറ്. എന്നിരുന്നാലും അഗ്നി അപകടകാരിയാണ്. വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനകൾ അഗ്നിയായി ദർശിക്കപ്പെട്ടാൽ അത് അനുഭവിച്ചു തന്നെയാകണം. മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി സ്വസ്ഥമായ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുന്നേയുള്ള അവസാന പരീക്ഷണം എന്ന നിലയിൽ അത് കൈപ്പേറിയതും വളരെ വേദനാജനകവുമായിരിക്കും. നീ ആരാണെന്നും നിന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അറിയാത്ത ശത്രുപക്ഷത്തെ നാരീ വേഷധാരികൾ ദുർബലയായ നിന്നോട് തന്നെ പോരിനിറങ്ങും. നിന്നെ അപകടപ്പെടുത്തും. മൃത്യുതുല്യമാം വിധം പരീക്ഷണങ്ങൾ ഏറെയുണ്ടാകും. ഓരോ ചുവടും സൂക്ഷിച്ചു വയ്ക്കുക. രക്ഷപ്പെടുമെങ്കിലും അനുഭവം കഠിനമായിരിക്കും. ചതിയും വഞ്ചനയും മുഖമുദ്രയായിട്ടുള്ളവർ നിന്റെ പിന്നാലെയുണ്ട്. നീ നിസ്സാരമെന്ന് കരുതിയവർ ദുർബലരല്ല. ബുദ്ധിയാലും ശക്തിയാലും അവർ എത്രയോ മടങ്ങ് മുകളിലാണ്. നിന്റെ പ്രണയപര്യവസാനത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. വിഘാതങ്ങളേറെയുള്ള ആ നാളുകളിലേക്ക് നടന്നെടുക്കുമ്പോൾ അമ്മ പറഞ്ഞതുപോലെ വഴിയിൽ അഗ്നി ഉണ്ടാവും. അഗ്നി മുഖേന നാശവും നല്ലതും സംഭവിക്കും. നീ പതറാതെ മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് ചലിപ്പിക്കാതെ നേരിടുക. അമ്മ നിനക്ക് തുണയായിരിക്കും. ലക്ഷ്യസ്ഥാനത്തെത്തും വരേക്കും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ബാക്കിയെല്ലാം അവിടുന്ന് നടത്തിത്തരും. ഇപ്പോ മനോധൈര്യം മുറുകെ പിടിച്ച് മുന്നോട്ട് തന്നെ നീങ്ങുക. എല്ലാം നല്ലതായി വരും. അമ്മേ മഹാമായേ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദേവി നാരായണ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഹലോ ഹലോ, ഞാൻ രവിചന്ദ്രവർമ്മൻ. എന്നെ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനായി നിങ്ങൾക്കെല്ലാം അറിയാം എന്നെനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ടെനിക്ക്. ഞാനൊരു കൊലപാതകിയാണ്. യെസ്, ഐ എം എ കോൾഡ് ബ്ലഡഡ് മർഡറർ. എന്നെ പ്രേമിച്ച് വിവാഹം കഴിച്ച രാജനന്ദിനി എന്ന പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഈ ഞാൻ തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് മൈ കൺഫെഷൻ ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ. ഇതെല്ലാം ഇത്രയും നാൾ മറച്ചുവെച്ച് നിങ്ങൾക്കിടയിൽ ഞാനൊരു നല്ല വ്യക്തിയായി അഭിനയിക്കുകയായിരുന്നു. ഇപ്പോഴെല്ലാം തുറന്നു പറഞ്ഞ് എന്റെ തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ വിധിക്കുകയാണ്. കേക്കാഞ്ഞന്ദ്ര, ആ പന്തല് നന്നായിരിക്കണം. ഒന്നിനും ഒരു കുറവ് വരരുത്. അഡ്വാൻസ് തന്നു കഴിഞ്ഞ് ഇനി എത്ര കൂടി തരേണ്ടി വരും? അയ്യോ, അത്രയാവോ? ആ വേണ്ട വേണ്ട, ഒന്നും കുറയ്ക്കണ്ട. ഞാൻ അന്ന് പറഞ്ഞ എല്ലാം നിർബന്ധമായിട്ട് വേണം. ചടങ്ങാ. അതൊരു രാത്രി 9 മണി കഴിയുമായിരിക്കും.
അതെന്ത് പണിയാ ചന്ദ്ര? ലൈറ്റുകളെല്ലാം അപ്പൊ തന്നെ അഴിക്കണത് ശരിയല്ല. ഒരു രാത്രി ഇവിടെ കിടക്കട്ടെ, ഞാൻ ഒരു ദിവസത്തേക്കുള്ള വാടക തരണില്ലേ? വേറെ കല്യാണോ? ശരി ശരി. ബാക്കി പൈസ പന്തൽ പൊളിക്കുമ്പോ ഞാൻ തരാം. ശരി എന്നാ. അലങ്കാര ലൈറ്റുകളെല്ലാം ചടങ്ങ് കഴിയുമ്പോ തന്നെ അഴിച്ചുകൊണ്ടുപോകുന്ന ചന്ദ്രൻ പറയണത്. വേറെ വല്ല കല്യാണം കാണോ നീ? അത് നീ എങ്ങനെ അറിഞ്ഞേ? ഇതിപ്പോ പന്തലിനും ലൈറ്റുകൾക്കും എല്ലാത്തിനും വേണ്ടി നല്ലൊരു തുക വേണ്ടി വരും. ബാക്കി ചെലവുകളൊക്കെ വേറെ. കുറച്ച് പൈസ കണ്ടെത്തേണ്ടി വരുമല്ലോ സരോജം. പ്രതീക്ഷിച്ചെടുത്ത് നിൽക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ആഡംബരങ്ങൾ കുറച്ച് കുറഞ്ഞു എന്ന് വെച്ചേ ഒന്നും വരാനില്ല. നമ്മൾ അറിയാത്തവരൊന്നും അല്ലല്ലോ വരുന്നത്. ഏയ് അങ്ങനെയല്ല സരോജം. നമ്മുടെ മോള് ചെന്ന് കയറുന്നത് വലിയൊരു കുടുംബത്തിലേക്കാ. അവരുടെ അത്രയും പറ്റിയില്ലെങ്കിലും നമുക്ക് ആവുന്ന വിധത്തിൽ എല്ലാം നടത്തണം. അണ്ണാറക്കണ്ണനും തന്നാലായത്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ തന്നെ സഹിക്കണം. പക്ഷെ അത് ഇരു ചെവി അറിയരുത്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൽ ആകെയുള്ള ഒരു മോളുടെ ആവശ്യത്തിന് അവളുടെ അച്ഛന്റെ നിവൃത്തികേടിന് പ്രസക്തിയില്ല. തിളങ്ങണം, വെട്ടിത്തിളങ്ങണം. കടം വാങ്ങിയോ എല്ലാം വിറ്റുപെറുക്കിയോ കാര്യങ്ങളെല്ലാം നടത്തണം. ഇനിയും നമ്മൾ ആലോചിച്ചെന്ന അത് പഠിക്കെ കൊണ്ടുപോയി കലമുടയ്ക്കുന്ന പോലെയാവും. മോളുടെ അക്കൗണ്ടിൽ നിന്ന് ആവശ്യത്തിന് കുറച്ച് പണം എടുത്താലോ അച്ഛാ? ഏയ് അത് വേണ്ട സരോജം, അത് ശരിയാവില്ല. നമ്മളായിട്ട് നമ്മുടെ മോൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതവള് അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ അവളുടേതെന്ന് പറയാൻ അവളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എനിക്ക് നന്നായിട്ടറിയാം, ഈ വിവാഹത്തോടെ നല്ലൊരു കടബാധ്യത നമുക്കുണ്ടാകും. അത് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിക്കൊള്ളാം. അതുവരെ എനിക്കൊരാപത്തുണ്ടാകാതെ ഈശ്വരൻ നോക്കിയാൽ മതി എന്ന പ്രാർത്ഥന എനിക്കുള്ളൂ. എനിക്കെന്തെങ്കിലും ഒരു തളർച്ചയുണ്ടായാൽ നീ തനിച്ചാവും. ഈ ബാധ്യതയെല്ലാം കൂടി നിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞാനങ്ങ് പോയി എന്നൊരു തോന്നല് നിനക്കുണ്ടാവരുത്. ശ്രീടച്ചൻ എന്തൊക്കെയാ പറയുന്നത്? നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇത് എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. ശ്രീടച്ചൻ തരുന്നത് മിച്ചം പിടിച്ചും കുടുംബശ്രീയിൽ ചിട്ടി കെട്ടിയും ഞാൻ സ്വരൂപിച്ചു വെച്ചിരുന്ന പൈസയാ. ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇത് ഉപകരിക്കും. വേണ്ട സരോജം, മോളുടെ കല്യാണത്തിന് നിനക്കും എന്തെങ്കിലും വാങ്ങാൻ കാണൂലോ. ഇത് നീ കയ്യിൽ വെച്ചോ. നിങ്ങൾ പൈസക്ക് നെട്ടോട്ട് ഓടുന്ന സമയത്ത് എനിക്ക് മാത്രമായിട്ട് എന്താവശ്യം ശ്രീടച്ചാ? ഒരു കുറവുമില്ലാതെ നമ്മുടെ മോളെ രവിസാറിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം. അത്രയുള്ളൂ എന്റെ ആവശ്യം. ഇനിയിപ്പോ രവി സാറിനൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? അല്ലെങ്കിൽ രേഖാ മാഡത്തിന്? ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. ചിലപ്പോ ആളിപ്പോഴെങ്കിൽ വരുമായിരിക്കും. അതെ അതെ, എന്തായാലും ഫംഗ്ഷൻ വൈകിട്ടല്ലേ, അപ്പോഴേക്കും റെഡിയായാ മതിയല്ലോ. മോളെത്തിയല്ലോ. ഹലോ മാഡം, നമസ്കാരം. നമസ്കാരം. എന്താ വിശേഷിച്ച്? അത് മോളെ, ഇവര് നിന്നെ വിളിച്ചുകൊണ്ടു പോവാൻ വന്നതാ. വിളിച്ചോണ്ട് പോവാനോ? എങ്ങോട്ട്? ആഹാ, അത് കൊള്ളാം.
വൈകുന്നേരത്തേക്ക് നിന്നെ ഒരുക്കിക്കൊണ്ടുവരാൻ വേണ്ടി രേഖാമാട അയച്ചതാ ഇവരെ. ആണോ? പക്ഷെ ഇന്നലെ മാഡം പറഞ്ഞത് ഫംഗ്ഷന് തൊട്ടു മുമ്പ് ഒരുങ്ങിയാ മതിയെന്നാണല്ലോ. മേക്കപ്പ് മാത്രമായിരുന്നെങ്കിൽ ഫംഗ്ഷന് മുൻപ് മതിയായിരുന്നു മാഡം. പക്ഷെ ഇതിപ്പോ ഫേഷ്യലും മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യണമെങ്കിൽ പാർലറിൽ തന്നെ പോയേണ്ടി വരും. പാർലറിലേക്കോ? യെസ് മാഡം. ഫേഷ്യൽ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ചെയ്യായിരുന്നു. ബാക്കി വർക്കുകളുടെ എക്യുപ്മെന്റ്സ് എല്ലാം പാർലറിലാണുള്ളത്. അതുകൊണ്ട് മാഡം നേരിട്ട് വന്നാലേ കാര്യം നടക്കൂ. അതെയോ? സോറി, ഞാനിങ്ങനെ പാർലറിൽ പോയിട്ട് ശീലമില്ല. ഫംഗ്ഷന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മതിയായിരുന്നു. ജസ്റ്റ് ടച്ചപ്പ് ചെയ്താ മേക്കപ്പ് ചെയ്യുന്ന പോലെ ഒരു ലുക്ക് കിട്ടില്ല മാഡം. മാത്രമല്ല ഇന്നത്തെ ഫംഗ്ഷന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ തന്നെ മാഡം ആണ്. മാഡം ഇക്കാര്യത്തിൽ ഉഴപ്പരുത്. രേഖ മാഡം ഞങ്ങളെ ആയിരിക്കും വഴക്ക് പറയുക. പക്ഷേ മാഡം പ്ലീസ്, ഞങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് വർക്കാണിത്. മാഡത്തിനെ എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കുന്നോ ഞങ്ങൾക്ക് അത്രയും പേര് കിട്ടും. ഞങ്ങളുടെ പ്രൊഫഷന്റെ കാര്യം കൂടി മാഡം ആലോചിക്കണം പ്ലീസ്. ചെല്ലു മോളെ, ഇത്രയൊക്കെ പറയുന്നതല്ലേ, വെറുതെ എന്തിനാ വാശി പിടിക്കുന്നേ? അല്ലെങ്കിൽ രേഖാമാടം പറഞ്ഞു വിട്ടതല്ലേ ഇവരെ. പോകാതിരുന്ന മാടത്തിന് വിഷമാവും. അത് നല്ലതല്ല. ശരി അമ്മ, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. വരും. ശരി എന്നാ. ശരി. അടങ്ങി. വണ്ടി എടുക്ക. ഒരമണിക്കൂറേ, അപ്പോഴേക്കും ഞാൻ ഈ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാം. ആ ചേച്ചി റെഡിയായിട്ട് വന്ന് വിളിച്ചാ മതി. ആ അല്ല, പന്തലൊന്നുമില്ലേ കല്യാണത്തിന്? രാത്രിയിലല്ലേ കല്യാണം. സന്ധ്യയ്ക്ക് മുമ്പേ പന്തലും അലങ്കാരങ്ങളും ഒക്കെ ഇട്ടോളാൻ അവര് പറഞ്ഞത്. ഓ, ആ ചന്ദ്രനെയാ ശ്രീടച്ചൻ ഇടപാട് ചെയ്തിരിക്കുന്നത്. എന്നാ ശരി ചേച്ചി. ജോൽസിന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല.
അതെ, GD പറഞ്ഞതുപോലെ ഈ പ്രസ് മീറ്റ് ഒക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ആ ഇവളെ നമ്മൾ തന്നെ കൊല്ലേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. നീ ആ മാച്ച് ബോക്സ് ഒന്ന് തന്നെ. എന്റെ ഇല്ല, ഞാൻ അവന്മാരെന്ന് വാങ്ങിച്ചോണ്ടുവരാം. ആഹാ, എഴുന്നേറ്റോ? കുറച്ചേരം കൂടെ മയങ്ങിക്കിടക്കുന്ന ഞാൻ വിചാരിച്ചേ. ഇപ്പൊ എല്ലാം മായമല്ലേ, ക്ലോറോഫോമും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ശരിക്കും നിങ്ങൾ ആരാ? ഞങ്ങള് കൊട്ടേഷൻ ടീമാ. നിന്റെ ഭാവി വരനെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിക്കാനുണ്ട്. അതിന് നിന്നെ കിഡ്നാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളത് ചെയ്തു, അത്രേ ഉള്ളൂ. എന്താ രവിസാറിനെ കൊണ്ട് നിങ്ങൾ പറയിക്കാൻ പോകുന്നേ? ഇതൊക്കെ നിങ്ങൾ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നേ? അതൊന്നും ഞങ്ങൾ പറയില്ല. ഇന്ന് സന്ധ്യയ്ക്ക് കൃത്യം 6 മണിക്ക് അയാൾ പ്രസ് മീറ്റിൽ എന്തോ കാര്യം സമ്മതിച്ചാ നിന്നെ ഞങ്ങൾ വിടും. പ്രസ് മീറ്റ് നടന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും. അതാണ് കരാർ. പ്രസ് മീറ്റോ? അപ്പൊ എന്നെ കരുവാക്കി സാറിനെ എന്തോ വലിയ ആപത്തിൽ ചാടിക്കാനുള്ള പണിയായത്. ഇല്ല, അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉടൻ ഇവിടുന്ന് രക്ഷപ്പെടണം. എവിടെയാ നീ ഓടുന്നേ? എന്നെ വെച്ചങ്ങനെ സാറിനെ കൊണ്ട് പറയിക്കാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്കും വേണോടി? ഓടി ഇങ്ങോട്ട്, നീ കയറട്ടെ. ഇതൊക്കെ ആ GDയുടെ പണിയായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല. നീ എത്ര കടന്ന് നിലവിളിച്ചാലും ഇവിടെ ആരും കേൾക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം, പറഞ്ഞില്ലെന്ന് വേണ്ട. അവരെങ്ങോട്ടാ ശ്രീലക്ഷ്മി മേഡത്തെ കൊണ്ടുപോകുന്നതെന്ന് GDയോട് പോലും പറയണ്ടെന്ന GD അവരോട് പറഞ്ഞത്. രവി സാർ 6 മണിക്ക് മുമ്പ് മീഡിയയ്ക്ക് മുമ്പിൽ GD ആവശ്യപ്പെട്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ 6 മണിക്ക് ശേഷം അവർ ശ്രീലക്ഷ്മിയെ കൊല്ലും സാർ. അത് ഉറപ്പാണ്. ഹലോ. എന്താ രവി ഇത്? നിനക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. നീ പ്രസ് മീറ്റിൽ പോണെന്ന് പറഞ്ഞ് എന്തോന്നായി ചെയ്തു കൂട്ടുന്നത്? നീ എന്താ ഇതുവരെ റെഡിയാവാത്തത്? ജിഡി, ശ്രീലക്ഷ്മി എവിടെ ഇപ്പോ?
സംഭവിക്കാൻ പാടില്ല. സോറി രവി, എനിക്കതിൽ ഒരു ഗ്യാരണ്ടിയും തരാൻ സാധിക്കില്ല. ഇപ്പോൾ 6 മണിയാവുമ്പോൾ നീ മീഡിയയ്ക്ക് മുന്നിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതം നടത്തണം. ഇല്ലെങ്കിൽ ശ്രീലക്ഷ്മി നിനക്ക് പിന്നെ ശവമായിട്ടേ കാണാൻ പറ്റൂ. ഞാൻ ഇവിടെ ന്യൂസ് ചാനലും വെച്ച് കാത്തിരിക്കും. സമയം കളയാതെ നീ പോവാൻ നോക്കും. വേഗമാട്ടെ. ശ്രീലക്ഷ്മിയുടെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യില്. 6 മണിക്ക് ന്യൂസ് അപ്ഡേറ്റ്സിൽ എനിക്ക് നിന്നെ കാണണം. ഓക്കേ, ബൈ. നടക്കണം അങ്ങോട്ട്. നിനക്കുള്ള ചികിത്സ ഇനി എന്റെ വകയാ. നടക്കണം. മതി മതിയടിച്ചത്. കുറച്ചു സമയം കൂടി സാറിന് ഉള്ള ജീവനോടെ വേണ്ടതാ. താങ്ക് ഗോഡ്. ദേ ചേട്ടായി, ചേട്ടായി ചേട്ടായി മുറിയിലേക്ക് കയറിപ്പോയപ്പോ എന്താകും എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഞങ്ങൾ എല്ലാവരും. അതെ ബ്രദറല്ലോ, ഈ കഴിഞ്ഞ കുറെ സമയം ഞങ്ങൾ എങ്ങനെയാ തള്ളി നീക്കിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്ത് പറ്റി മോനെ നിനക്ക്? ഇപ്പൊ മുറി കയറി കഥ അടയ്ക്കാൻ മാത്രം എന്ത് പ്രശ്നം ഇപ്പൊ ഉണ്ടായത്? ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ എന്നെ അലട്ടുമ്പോ സ്വയം സമാധാനിച്ച് ഉത്തരം കണ്ടെത്താനാണ് ഞാൻ ആ മുറിയിലേക്ക് പോകാറുള്ളത്. അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഇപ്പോഴെന്ത് പ്രശ്നം നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നീ ആഗ്രഹിച്ച പെൺകുട്ടി നിന്റെ സ്വന്തമാകാൻ പോകുന്നു. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടും ഒത്തൊരുമയോടും കൂടിയാണ് ഉള്ളത്. പിന്നെന്താ നിന്റെ പ്രശ്നം? അത് പറ. അവസാനിക്കാം എന്ന് ഞാൻ കരുതിയ ചില കഴിഞ്ഞകാല മുറിവുകൾ വീണ്ടും വീണ്ടും എന്നെ വേദനിപ്പിക്കണമേ. ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ആ വിശ്വാസത്തിനോട് നമ്മൾ സത്യസന്ധരായിരിക്കണമേ. അത് നേരെ. പക്ഷേ നിന്നെ വിശ്വസിക്കുന്നവരെ നീ ഒരിക്കലും കൈവിടാറില്ലല്ലോ. പിന്നെന്താ? ബ്രദറല്ലോ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ നിന്ന് ഫിലോസഫി പറയുന്നത്? ഇവിടെ ഇപ്പൊ ബ്രദറിൻലോയുടെ ചോയ്സ് ശ്രീലക്ഷ്മിയല്ലേ. ശ്രീലക്ഷ്മിക്ക് ബ്രദറിൻലോയെ ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. പിന്നെ എന്താ പ്രശ്നം? അതെ, ശ്രീലക്ഷ്മിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം അങ്ങനെ തന്നെ എന്നും നിലനിർത്തണം ഞാൻ. അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. മോനെ രവി,
ആവശ്യമില്ലാത്ത ഒരു ചിന്തയും മനസ്സിലേക്ക് കടന്നു വരാതെ നോക്കണം നീ. അമ്മയ്ക്ക് വിശ്വാസമുണ്ട് നീ ശ്രീലക്ഷ്മിയെ രാജകുമാരിയെ പോലെ നോക്കുമെന്ന്. എനിക്ക് ഉറപ്പാ. ശ്രീലക്ഷ്മിക്കും നീ അടുത്തുള്ളതാ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയുള്ള പെൺകുട്ടിയെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. നീ അനാവശ്യമായ ഭാരം നിന്റെ മനസ്സിന് കൊടുക്കരുതിപ്പോ. ഞാൻ കൂടെയില്ലെങ്കിലും നിങ്ങളൊക്കെ ശ്രീലക്ഷ്മി നന്നായിട്ട് നോക്കില്ലേ? രവി, ഐ മീൻ 24 മണിക്കൂറും ശ്രീലക്ഷ്മി എന്റെ കൂടെ അല്ലല്ലോ ഉണ്ടാവുക. അവൾക്ക് ഇത്രയും അടുപ്പമുള്ളൊരു ഫാമിലി നൽകുന്നതോർത്ത് വളരെ സന്തോഷമുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഏട്ടായി ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ സെന്റിമെന്റ്സ് കാണിക്കുന്നേ? അവിടെ ഫംഗ്ഷൻ സമയമായി കാണും. എല്ലാരും വേഗം റെഡി ആയിക്കേ. അല്ല, ആ വെഡിങ് പ്ലാനറോടെ അയാൾ വേണ്ടേ ശ്രീലക്ഷ്മി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ? വെഡിങ് പ്ലാനറിനെ ഞാൻ മറ്റു ചില ജോലികൾ ഏൽപ്പിച്ചിരിക്കാൻ രഘു. നീ എല്ലാവരെയും കൂട്ടി ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടോളൂ. ഇനി സമയം വൈകിപ്പിക്കണ്ട. അപ്പോ ബ്രദറിലോയോ? എനിക്ക് ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരണം അനിയത്തിക്കുട്ടി. ഞാൻ പോയാലേ ശ്രീലക്ഷ്മിക്ക് വരാൻ സാധിക്കൂ. ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരാനുള്ള പ്ലാനാണല്ലേ? നമസ്കാരം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ത്രിവിക്രമൻ. ഗുഡ് മോർണിംഗ്. മൈലാഞ്ചി കല്യാണത്തിന് കാണുമല്ലോ അല്ലേ? കാണും സാറേ, തീർച്ചയായിട്ടും കാണും. മൈലാഞ്ചിക്ക് മാത്രമല്ല ഒറിജിനൽ കല്യാണത്തിനും കാണും ഈ ത്രിവിക്രമൻ. പെങ്ങളിവിടെ ഇറങ്ങിക്കോട്ടെ, ഞങ്ങളങ്ങ് എത്തിക്കോളാം. ഞങ്ങളത് അങ്ങോട്ട് പോട്ടെ. അപ്പൊ കാര്യങ്ങൾ അവിടെ മൈലാഞ്ചി കല്യാണം വരെ എത്തി. എന്നിട്ടും ആ GD സാർ എന്താ ഒന്നും ചെയ്യാത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കൊള്ളാം, ചെറുതാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അതെ, ഇതിപ്പോ പെൺകുട്ടിയെ ഒരിടത്തിരുത്തി മൈലാഞ്ചി തൊട്ടു കൊടുക്കുന്ന ചടങ്ങല്ലേ ഉള്ളൂ. അതിനൊക്കെ ഇത് ധാരാളമാ. ചേടാ, ഈ കൊച്ചിന്റെ കാര്യമാണ് കഷ്ടം. ഇതിപ്പോ കല്യാണം നടത്താനാണോ മുടക്കാനാണോ എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തത്. ലക്ഷണം കണ്ടിട്ട് ഇതിനെ വല്ല ഭ്രാന്താശുപത്രിയിൽ പിടിച്ചു കെട്ടേണ്ടി വരുമെന്നാ ഇപ്പൊ തോന്നുന്നത്. ഏതായാലും ഞാൻ ഈ പറയുന്നൊന്നും ഇവര് കേൾക്കണ്ട. ഈ സാധനത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഓന്തിന്റെ ഇനമല്ലേ. ആന്റി, സരോജ ആന്റി. വരുന്നു. നോക്കിയേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട് ഞാൻ.
മൈലാഞ്ചി ഇട്ടാ ശ്രീലക്ഷ്മിയുടെ കൈ നല്ല അടിപൊളിയായിട്ട് ചോക്കുന്ന കാര്യം എനിക്ക് ഉറപ്പാ. അങ്ങനെ ഉറപ്പിക്കണ്ട. അതെ, മൈലാഞ്ചി നന്നായിട്ട് അരച്ചുകൊണ്ട് മാത്രം കൈ നന്നായിട്ട് ചുമക്കണമെന്നില്ല ദീപു. ശ്രീലക്ഷ്മിയുടെ ഭാവി വരന് ശ്രീലക്ഷ്മിയുടെ എത്രമാത്രം അടുപ്പവും ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് അവളുടെ കൈ ചുമക്കും. അയ്യോ ആണല്ലേ? എന്നാ പിന്നെ ഞാനിത്ര കഷ്ടപ്പെട്ട് സോഫ്റ്റ് ആയിട്ട് അരക്കണ്ടായിരുന്നു. അതെന്താ കാരണം? ശ്രീലക്ഷ്മിയുടെ കൈ ചുമക്കുന്നത് ഇഷ്ടമല്ലേ ദീപുവിന്? ഇഷ്ടമല്ലത് പിന്നെ. പക്ഷെ അതിന് ഈ കൂടുതൽ അരച്ച മൈലാഞ്ചി ഒന്നും വേണ്ട. ശ്രീലക്ഷ്മിയുടെ കയ്യില് രവി സാർ ജസ്റ്റ് ഒന്ന് തൊട്ടാ മതി, അപ്പൊ തന്നെ ആ കൈ നന്നായിട്ട് ചുമന്നോളും. അത്രയ്ക്ക് ഇഷ്ടാ രവി സാറിന് ശ്രീലക്ഷ്മിയെ. ഇത് കേട്ടാ ദീപു അതൊക്കെ കണ്ടതുപോലാണല്ലോ വർത്താനം. ആ, കണ്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ കരുതിക്കോ. ഏതായാലും രേഖ മാഡവും ഇന്ന് കയ്യിൽ മൈലാഞ്ചി ഇടണമെന്നാ എന്റെ ഒരു അഭിപ്രായം. അപ്പോഴേ രഘു സാറിന് മാഡത്തിനോട് എത്രമാത്രം പ്രേമമുണ്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റൂ. ആഹാ, അത് കൊള്ളാലോ. രഘു, അപ്പൊ ഒന്ന് പരീക്ഷിച്ചാലോ? അയ്യോ പ്ലീസ്, എന്നെ അങ്ങ് വിട്ടേരെ. ഇതൊക്കെ വർക്കൗട്ട് ആവാത്ത ഐറ്റംസാ. അപ്പോ രഘുവിന് പേടിയുണ്ട്. പേടിയല്ല, ചെറിയൊരു ഭയം, അത്രേ ഉള്ളൂ. സ്പീഡ് പോരല്ലോ രവി സാറേ. ശ്രീലക്ഷ്മിയെ രക്ഷിക്കാൻ ഈ സ്പീഡൊന്നും പോരാ. നീ വരുന്ന സ്പീഡിൽ എന്റെ കാറിൽ ഇടിച്ച് അത് സമ്മർ സോൾട്ട് അടിച്ച് വീണ് തകരണം. ഇത് വെറുതെ ഈ കാറിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി. അയ്യോ കൊല്ലരുത്, ഞാനിപ്പോ ഒരു ഹാൻഡിക്യാപ്പാ. ഏതായാലും ശ്രീലക്ഷ്മിയുടെ കോളിംഗ് വന്നപ്പോഴേക്കും നീ പിന്നെയും അങ്ങ് ഫോമിലായി അല്ലേ? ഞാനെങ്ങനെ അറിഞ്ഞെന്നാവും. അതെ, എവിടേക്കാണ് ശ്രീലക്ഷ്മിയെ കൊണ്ടുപോകുന്നതെന്ന് എന്നോട് പറയണ്ടെന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഓഫാക്കിയ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയണ്ടല്ലോ. ഇതാ വാങ്ങ്, വാങ്ങ് രവി സാറേ. അതെ, മീഡിയക്കാരോടെ വെയിറ്റ് ചെയ്യ. ഇനി നിന്റെ കാർ എവിടെയും നിർത്താൻ പാടില്ല, നേരെ പ്രസ് മീറ്റിലേക്ക്. എന്നാ പിന്നെ പൊയ്ക്കോ, പൊയ്ക്കോന്നേ പ്ലീസ്.
എന്നെ ഇപ്പൊ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പകയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, കാമുകി എന്റെ തടവിലായി പോയില്ലേ. ഏതായാലും ഈ പ്രസ് മീറ്റ് കഴിയുമ്പോ നിനക്ക് തരാനുള്ള സമ്മാനം ഞാൻ തരുന്നുണ്ട്. കാത്തിരുന്നോ നീ. ജിഡി റെഡിയാ. അയ്യോ പാവം, മാഡം പേടിച്ചു പോയല്ലേ? ഇത്ര പേടിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു മാഡം ഞാനുണ്ടാക്കിയ രാജാറാം സാറിന്റെ മിമിക്രി? മാഡത്തിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ മാഡം ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇങ്ങനെ അടിക്കരുത്. പല്ല് സെറ്റിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. മതി തന്റെ കോമഡി. തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. സത്യമായിട്ട് മാഡം അവരെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാ മതി. പ്ലീസ് മാഡം, അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാ? തന്നെ ഞാൻ. അയ്യോ മാഡം, കൊന്നുകളയല്ലേ എന്നെ. മാഡത്തിന്റെ ആത്യന്തിക ഉദ്ദേശം അറിയാവുന്ന ചുരുക്കം ചിലരൊരാളാ ഞാൻ. എന്നെ തട്ടിയ എന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഇന്നത്തോടെ തീരും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി പറയും മാഡം, ശരിക്കും എന്താ സംഭവിച്ചത്? രാവിലെ വന്ന മേക്കപ്പുകാരെ കൊണ്ട് ശ്രീലക്ഷ്മിയുടെ മുഖത്ത് വല്ല കെമിക്കൽസ് ഒഴിപ്പിച്ചോ മാഡം? എന്നിട്ട് ശ്രീലക്ഷ്മി ഇപ്പൊ വല്ല ആശുപത്രിയിലും ആക്കിയിരിക്കുകയാണോ രഹസ്യമായിട്ട്? എടോ ത്രിവിക്രമ, ഞാനൊരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. അവരെവിടെയാണെന്ന് അറിയില്ല എനിക്ക്. അതെയോ? അപ്പൊ പിന്നെ രണ്ടാൾ ഇവിടെ വരാത്തതെന്താ? അവരെവിടെ പോയി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് രവിവർമ്മൻ സാറിന്റെ മുഖം വല്ലാതെ ഡള്ളായിരുന്നു. സാറ് ഞങ്ങളുടെ കൂടെ വരാതെ ശ്രീലക്ഷ്മിയും കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയി. അതിലാ എന്തോ പന്തികേടുള്ളത്. രാജാറാം സാറിന്റെ ഫോണും കണ്ടിന്യൂസ് ആയിട്ട് ബിസി കാണിക്കുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എവിടെയാണെന്നോ ആര് തമ്മിലാണെന്നോ മാത്രമാണ് മനസ്സിലാവാത്തത്. നമുക്ക് ആ പ്രസ് മീറ്റ് തുടങ്ങിയൊന്ന് ഫോണിൽ ന്യൂസ് ചാനൽ വച്ചൊന്ന് നോക്കിയാലോ? ഫോൺ സ്വിച്ച് ഓൺ ചെയ്യരുതെന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതിനിപ്പോ എന്താ, ജസ്റ്റ് ആ ന്യൂസ് ചാനൽ വെച്ച് നോക്കിയിട്ട് പ്രസ് മീറ്റ് തുടങ്ങിയോ ഇല്ലേന്ന് ഒന്ന് അറിഞ്ഞാൽ മതി. ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ലല്ലോ.
പുകയും. അവൾ അകത്ത് അടങ്ങിക്കിടക്കില്ല. അടുത്തത് ഒപ്പിച്ചു. അവിടെ കിടക്കട്ടെ, നമുക്ക് ലൈവ് തുടങ്ങി നോക്കാം. ലൈവ് തുടങ്ങുമ്പോഴേക്കും അവളുടെ കാര്യം തീരുമാനമാവുന്ന തോന്നുന്നേ. പക്ഷെ തീയാണ് കത്തുന്നുണ്ടോ? എല്ലാം കത്തിക്കുന്ന തോന്നുന്നേ. അതൊന്നും നമ്മൾ കാര്യാക്കണ്ട. ഒരു തെളിവും ബാക്കി വെക്കാതെ അവളെ കൊന്നുകളയണമെന്നാ നമുക്ക് കിട്ടിയ നിർദ്ദേശം. അവളുടെ ചിത അവള് തന്നെ കത്തിച്ചു, അത്ര തന്നെ. ഞങ്ങൾക്ക് രഹസ്യമായി കിട്ടിയ വിവരമനുസരിച്ച് രവിചന്ദ്രവർമ്മന്റെ വിവാഹത്തിന്റെ ബഡ്ജറ്റ് 20 കോടിയിലേറെ വരുമെന്നും അതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന ഇൻകം ടാക്സ് ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കാനുമായിരിക്കുമെന്നാണ് ഈ പ്രസ് മീറ്റ് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തിനാ കൊച്ച ഈ ബഡ്ജറ്റും ഇൻകം ടാക്സും ഇവിടെ അവതരിപ്പിക്കുന്നത്? കഷ്ടം. നിങ്ങളുടെ TRP കൂട്ടാനായി ഇല്ലാത്ത ന്യൂസൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഉഗ്ര ന്യൂസ് അല്ലേ ഇപ്പൊ പറയാനായി അവന്റെ തൊണ്ടേ കുരുങ്ങി നിൽക്കുന്നത്? അത് അവനെ കൊണ്ട് പറയിപ്പിക്കേ. കേരളക്കരയൊക്കെ ഒന്ന് അവളുടെ ആയുസ് ഇന്നത്തോടുകൂടി എന്റെ. പാവം, അവള് നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ, സ്വയം അങ്ങ് തീയിട്ടു. ഇനി പോലീസ് വന്നാലും ഇത് ആത്മഹത്യയാണെന്ന് എഴുതി തള്ളിക്കോളും. വാ, നമുക്ക് പോവാം. ദൂരെ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ? അത് ഫയർ എഞ്ചിന്റെ സൗണ്ടാ. അതെ, ഇനി നമ്മൾ നിന്ന സീനാവും. വാ, പോവാം. ഇതാ രവിചന്ദ്രവർമ്മന്റെ കാറാ. ചേടാ, പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ പോയി അയാൾ ഇവിടെ എങ്ങനെ എത്തി? ഇതെന്തോ ട്രാപ്പാ. വാ, തൽക്കാലം മാറി നിക്കാം. നമ്മുടെ ശ്രീലക്ഷ്മി രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, മുഴുവൻ കമ്പനിയുടെയും വർക്കിംഗ് ചെയർപേഴ്സണായി പ്രൊമോട്ട് ചെയ്യാനാണ് തീരുമാനം. അതുകൊണ്ട് എന്റെ ലൈഫ് പാർട്ട്ണറും കമ്പനി വർക്കിംഗ് ചെയർപേഴ്സണുമായ ശ്രീലക്ഷ്മിയെ മീഡിയയ്ക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പെട്ടെന്നൊരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തത്. പെട്ടെന്നൊരു സുപ്രധാനമായ തീരുമാനം, അത്രേ ഉള്ളൂ. ശരി, ഏതായാലും അത് കഴിഞ്ഞു. ഇത്രയും നേരം ബ്രദറിലോ നമ്മളെ എല്ലാവരെയും ടെൻഷൻ അടുപ്പിച്ചതിന് നല്ലൊരു പണിഷ്മെന്റ് സ്വീകരിച്ചേ പറ്റൂ. റേഖ, എനിക്ക് തരുന്ന പനിഷ്മെന്റ് ഒന്നും ചേട്ടായിക്ക് കൊടുത്തേക്കല്ലേ. ചേട്ടായിക്ക് അതൊക്കെ ഈസിയാ. രഘു, അതെ ബ്രദറിലോ, എന്താണ് ഇന്നത്തെ പണിഷ്മെന്റ് എന്ന് അറിയാമോ? ഇന്ന് ചേട്ടായിയെ ഇവിടുത്തെ ചടങ്ങിന് ഒരുക്കുന്നത് രഘുവായിരിക്കും. ഉറപ്പിച്ചു. അയ്യോ, അത്രയും വലിയൊരു ശിക്ഷ വേണോ? ഇവനൊരിക്കൽ ഞാൻ ഒരുങ്ങാന്നൊക്കെ പറഞ്ഞ വേണം വേണം. ഞങ്ങളെല്ലാം ബ്രദറിലോ കുറെ വിഷമിപ്പിച്ചതല്ലേ, ഇനി സ്വയം അങ്ങ് അനുഭവിച്ചോ. കാണട്ടെ എങ്ങനെയുണ്ടെന്ന്. റേഖ, താൻ എന്നെ അങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട. മനസ്സ് വെച്ചാ ഞാനും നല്ല ഒന്നാം തരം ബ്യൂട്ടീഷ്യനാ. ശരി, ബെറ്റ്.
ഞാനും കൃഷ്ണയും കൂടി ശ്രീലക്ഷ്മിയെ ഒരുക്കും. രഘു ബ്രദർ ഇൻ ലോയെ ഒരുക്ക്. ആർക്കാണ് കൂടുതൽ ഭംഗിയെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ബാറ്റ്. അതെ സാന്ദ്ര, ഇങ്ങനെ അനങ്ങാതെ നിന്ന് തന്റെ ശരീരത്തിൽ കലോറി കൂടും. കാറിനുള്ളിൽ എന്റെ